ഇന്ന് കേരളത്തിന്റെ ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസിന്റെ 86-ാം ജന്മദിനം. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിലെ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ പ്രസിദ്ധ സംഗീതജ്ഞനും നാടകനടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിൻ്റെയും 7 മക്കളിൽ രണ്ടാമനും ആൺമക്കളിൽ മൂത്തവനായും കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് ജനിച്ചു. യേശുദാസിനെ സംഗീതരംഗത്തേക്ക് കൈപിടിച്ചു നടത്തിയത് പിതാവായ അഗസ്റ്റിൻ ജോസഫാണ്. യേശുദാസിൻ്റെ കുട്ടിക്കാലം ദാരിദ്ര്യത്തിൻ്റെയും ദുരിതങ്ങളുടേതുമായിരുന്നു. അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് 1949 തൻ്റെ 9-ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു. അതോടെ നാട്ടുകാർ കൊച്ചുദാസപ്പനെയും പിതാവിനെപ്പോലെ ഭാഗവതർ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി. തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തുറയിലെ RLV സംഗീത കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു യേശുദാസിൻ്റെ സംഗീത പഠനം. പഠനകാലത്ത് ആദ്യത്തെ സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനാലാപനത്തിന് 1-ാം സ്ഥാനം നേടി. എന്നാൽ ആകാശവാണി നടത്തിയ ശബ്ദപരിശോധനയിൽ പരാജയപ്പെട്ടു. പിന്നീട് തൻ്റെ മാസ്മരിക ശബ്ദത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഗാനഗന്ധർവനായി ചേക്കേറുകയായിരുന്നു ഡോക്ടർ കെ.ജെ. യേശുദാസ്. കർണാടക സംഗീതത്തിലെ കുലപതിയായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പ്രിയ ശിഷ്യനായിരുന്നു കെ.ജെ. യേശുദാസ്. 1961 നവംബർ 14 കാൽപ്പാടുകൾ എന്ന കെ.എസ്. ആന്റണി സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന കീർത്തനം ആലപിച്ചുകൊണ്ടായിരുന്നു യേശുദാസിന്റെ ചലച്ചിത്ര ഗാനരംഗത്തേക്കുള്ള പ്രവേശനം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. പിന്നീട് ലോകം കണ്ടത് വിവിധ ഭാഷകളിലായി കെ.ജെ. യേശുദാസ് എന്ന ഗായകൻ തീർത്ത സ്വരലയ പ്രപഞ്ചമാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. വല്ലിയാമ്പൽ കടവിലങ്ങരയ്ക്കു പാപകോസം ആനാട് പാടിന. ഹരിമുരളി